തികച്ചും ദുരൂഹത നിറഞ്ഞ ഒരു പ്രസ്ഥാനമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. 2006 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അംഗീകാരം ലഭിച്ച സ്ഥാപനം ഏറെ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു മാസക്കാലം മുന്നേ ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. 1799 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി മർലേക്ക് ബ്രൗൺ എന്ന് പറയുന്ന സായിപ്പ് 99 വർഷക്കാലത്തേക്ക് ലീസിനെടുത്ത 216 ഏക്കർ സ്ഥലമാണ് ഇന്നൊരു സ്വകാര്യ മുതലാളി കൈവശപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു തോട്ടം അത് തരം മാറ്റുകയാണെങ്കിൽ ആ തോട്ടം സർക്കാരിലേക്ക് ലയിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ഭൂപരിഷ്കരണ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് 216 ഏക്കർ സ്ഥലം ഒരു സ്വകാര്യ മുതലാളി ലോകത്ത് തന്നെ അപൂർവ സസ്യങ്ങളെന്ന് പ്രതിപാദിക്കുന്ന കറുപ്പത്തോട്ടം നശിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കി ഒരു സ്വകാര്യ കുത്തക മുതലാളി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ട് ഏകദേശം 20 വർഷമാകുകയാണ്. ഒരു മാസക്കാലം മുന്നേ ഒരു കോടതി വിധി പ്രകാരം, ലാൻഡ് ട്രിബ്യൂണലിൻ്റെ വിധി പ്രകാരം ഈ ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, 2005-06 കാലഘട്ടത്തിൽ പ്രത്യേക തഹസിൽദാരെയും പ്രത്യേകമായി വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ നിയമിക്കപ്പെടുകയും അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടത്തിനകത്തുള്ള നിരവധിയായ കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ രേഖകളില്ലാത്ത കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുക്കുകയും ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ദുരൂഹമാണ്. നമുക്കറിയാം, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് മാതൃകയിൽ പണിത ഒരു കൊട്ടാരം അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കറുപ്പത്തോട്ടത്ത് സഞ്ചരിക്കുമ്പോൾ തേംസ് നദീതര തീരത്ത് ബക്കിംഗ്ഹാം പാലസിനെ സമാനമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു കൊട്ടാരം അത് ഒരു രാത്രി കൊണ്ട് പൊളിച്ചു നീക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കിയത് ആരും തന്നെ അറിയിച്ചില്ല. ഇന്ന് ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കിയ സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി അവിടെ പണി കഴിച്ചിട്ടുണ്ട്. ഇതിൽ വർഗീയത പറയുന്നതല്ലെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കുകയും പൗരാണികമായി നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട പുരാവസ്തുവായി സംരക്ഷിക്കപ്പെടേണ്ട 2 കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ആരുടെ ഒത്താശയാണ് കൂടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ സമീപകാലത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥയായി നമുക്ക് കാണാം. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മുതലാളി റിമോട്ട് കൺട്രോളിലാണ് അവിടെ ഭരണം നടത്തുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ, നിതിൻ രാജിൻ്റെ വിഷയത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, സംഘർഷമുണ്ടായിട്ടും മുതലാളി ബിനാമികളെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളെ അയച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്, മെഡിക്കൽ കൗൺസിലിനോട് ആവശ്യപ്പെടാനുള്ളത്, ഈ സർവകലാശാല അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദാക്കി അത് സർക്കാരിലേക്ക് ആ ഭൂമി ലയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കണം. നിരവധിയായ തൊഴിലാളികളെ വഴിയാധാരമാക്കിക്കൊണ്ടാണ് അന്ന് ഈ കെട്ടിട നിർമ്മാണം ഇവിടെ നടപ്പാക്കിയത്. നമുക്കറിയാം, ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റർ വകുപ്പ് പ്രകാരം ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ടാക്കിയത് ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കറുപ്പത്തോട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധിയായ കെട്ടിടങ്ങൾ പൗരാണികമായി നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തി മുന്നോട്ട് പോയിരിക്കുന്ന ഒരു മുതലാളിയാണ് നമുക്കുള്ളത്. പല ആളുകളും പറയുന്നുണ്ട് അവിടെ വളരെ കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭിക്കുന്നുണ്ട്. മെഡിക്കൽ കൗൺസിലോട് പറയാനുള്ളത്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും ശരി, ചികിത്സിക്കുന്ന ഡോക്ടർമാരായാലും ശരി, അവരൊക്കെ തന്നെ കഴിവുള്ളവരാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ഇവിടെ പലപ്പോഴും ബയോമെട്രിക് സംവിധാനത്തിലൂടെ അവിടെയുള്ള അധ്യാപകരുടെ ലിസ്റ്റ് എടുക്കാൻ നമുക്ക് തയ്യാറാകണം. കാരണം അവിടെ വരുന്ന പല ആളുകളും ക്വാളിഫൈഡ് അല്ല എന്നുള്ള പരാതികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ആളുകളാണ് അവിടെ വന്ന് ചേക്കേറി അവിടെ ചികിത്സ ചെയ്യുന്നത് എന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മെഡിക്കൽ കൗൺസിലിനോട് പറയാനുള്ളത്, ഈ പരാതി പരിഗണിച്ചുകൊണ്ട് മെഡിക്കൽ കൗൺസിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യാൻ തയ്യാറാകണം. ഒപ്പം തന്നെ
ഈ ഭൂമി സർക്കാരിൽ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. 216 ഏക്കർ സ്ഥലമാണ് അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് പഴയ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ കാലത്ത് 2005-6 കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് നികുതി അടപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന നമ്പർ കൊടുത്തുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്ന ഒരു രേഖയും കണ്ണൂരിലെ ഞാൻ പറയുന്ന അഞ്ചരക്കണ്ടി പഞ്ചായത്തിനകത്തോ വില്ലേജ് ഓഫീസിനകത്തോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ അതും പ്രത്യേകിച്ച് അഞ്ചരക്കണ്ടി പോലെയുള്ള സ്ഥലത്ത് ഒരു വൻകിട മുതലാളി വന്ന് അയാളുടെ ഇഷ്ടാനുസരണം രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് വെച്ച് എല്ലാ രീതിയിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാൻ നമുക്ക് സാധിക്കണം. ആ കാലത്ത് തന്നെ നിരവധിയായ പരിസ്ഥിതി പ്രവർത്തകന്മാർ അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് കേസിന് പോവുകയുണ്ടായി. നമുക്കറിയാം ആ കേസുകളൊക്കെ തന്നെ തേച്ചു മാച്ച് കളഞ്ഞ ഒരു സാഹചര്യമുണ്ട്. 2004 ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ ഈ കേസ് അന്ന് പരിഗണിക്കപ്പെടുകയുണ്ടായി. അതും എവിടെ എത്താത്ത സ്ഥിതിയിൽ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യാൻ തയ്യാറാക്കണം. ഈ അംഗീകാരം എടുത്തു കളയുക എന്ന് മാത്രം അനധികമായി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടങ്ങളടക്കം സർക്കാർ ഏറ്റെടുത്ത് മറ്റ് സ്ഥാപനങ്ങൾക്ക് കൈമാറണം. സർക്കാർ ഭൂമിയാക്കി മാറ്റണം. 216 ഏക്കർ ഭൂമി അവിടെ തിരിച്ച് സർക്കാരിൽ പിടിച്ച് കൊണ്ടുവരാൻ സാധിക്കണം. ഒരു ഓർഡറിലൂടെ ഇപ്പോൾ ഇന്നലെ ഈ ഒരു മാസം മുന്നേ ഇറങ്ങിയ ലാൻഡ് ട്രിബ്യൂണലിൻ്റെ വിധി പ്രകാരം 1 വർഷക്കാലം അവധിക്കുള്ളിൽ ഇത് തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ 1 വർഷക്കാലം ഇയാൾക്ക് നിയമപരമായി പരിരക്ഷ നേടാൻ വലിയ വലിയ കോടതികളിൽ പോകാൻ സമയം അനുവദിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് ആയാൽ പോലും ഇത് നിങ്ങളൊരു നോട്ടീസ് പതിച്ചുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുത്ത് അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഏകദേശം 100ഓളം കുടുംബങ്ങൾ ഇന്ന് വഴിയാധാരമാണ്. പല ആളുകളും പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടായി, അവിടെ മാലിന്യ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വഴിത്തർക്കമുണ്ടായപ്പോൾ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന വഴി തടഞ്ഞുകൊണ്ട് അവിടെയുള്ള റോഡടക്കം തടഞ്ഞുകൊണ്ടാണ് ഈ മുതലാളി മുന്നോട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദാക്കണം. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഭൂമി 216ഓളം ഏക്കർ വരുന്ന കറുപ്പത്തോട്ടം സംരക്ഷിക്കുവാനും അത് സർക്കാർ ഏറ്റെടുക്കാനും തയ്യാറാകണം. അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നാളെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിന് അംഗീകാരം റദ്ദാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകുന്നതാണ് എന്ന് മാത്രം അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലൂടെ ഒരു സ്ഥാപനം നടത്തി ഒരു മുതലാളിയും കേരളത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഇത് ദുരൂഹമായ സാഹചര്യത്തിൽ മുതലാളി ആരും ഇതുവരെ കണ്ടിട്ടില്ല. മുതലാളി ഇവിടെ വരാറില്ല. ഏതോ അന്യദേശത്ത് നിന്ന് റിമോട്ട് കൺട്രോളോടെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം. മിനിയാന്ന് ഇത്ര വലിയ 2 ദിവസം മുന്നേ ഇത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും മുതലാളി അവിടെ തിരിഞ്ഞു നോക്കാതെ ഏതോ ബിനാമി ഒരു മനുഷ്യനെ അയച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുക, ഒരു തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ആളുകളെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നത് തന്നെ പരിഹാസ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം മെഡിക്കൽ കൗൺസിൽ റദ്ദ് ചെയ്യണം, ഡെൻ്റൽ കൗൺസിൽ റദ്ദ് ചെയ്യണം. ഒപ്പം തന്നെ ഈ ഭൂമി തിരിച്ച് സർക്കാർ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന അറിയിപ്പ് നൽകുന്നു. നന്ദി, നമസ്കാരം.